ഖുർആൻ ക്ലാസ്സിൽ ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് വെറും 19 ആയത്തുകൾ മാത്രമുള്ള ഒരു ചെറിയ സൂറത്താണ്. ഖുർആനിലെ 82ാമത്തെ സൂറത്തായ ഇൻഫിത്താർ. ഇത് മക്കയിൽ ആദ്യകാലത്ത് അവതരിപ്പിച്ചതാണ് എന്നാണ് മൗദൂദിയെ പോലുള്ള ചില വ്യാഖ്യാതാക്കൾ പറയുന്നത്. എന്നാൽ ഇതിൻ്റെ പശ്ചാത്തല വിവരണം നടത്തുന്ന പല ചരിത്രത്തിലും തഫ്സീറുകളിലും ഇത് മക്കയിൽ അവസാന കാലത്ത് അവതരിച്ചതാണ് എന്നും പറയുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതിനെ മക്കയിലെ അവസാനത്തെ സൂറത്തുകളുടെ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്തി ഈ സമയത്ത് ചർച്ചയ്ക്കെടുക്കുന്നത്. ആദ്യകാലത്ത് മുഹമ്മദ് മക്കയിലുണ്ടായിരുന്ന പ്രമാണിമാരെ ഭീഷണിപ്പെടുത്താനും ചീത്ത പറയാനും അവരെ തെറി വിളിക്കാനും ഒക്കെ ഇങ്ങനെ പടുപാട്ടുകൾ പാടിയിരുന്നു. പ്രാസമൊപ്പിച്ചുകൊണ്ടുള്ള കുറേ പാട്ടുകൾ. അത്തരം പാട്ടുകളിൽ ലോകാവസാനത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് അവരെ പേടിപ്പിക്കുന്ന കുറേ അധ്യായങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതേപോലെയുള്ള ഒരു അധ്യായമാണ് ഇതും. ഇത് മക്കയിലുള്ള ഏതോ ചില പ്രത്യേക വ്യക്തികളെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അവരെ മുഖത്ത് നോക്കി പാടിയ പാട്ടാണ് എന്നാണ് ഇതിൻ്റെ പശ്ചാത്തല വിവരണങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇതിൽ അള്ളാഹു എന്ന ദൈവം അള്ളാഹുവിനെ ആരാധിക്കാതെയും അള്ളാഹുവിന് നന്ദി കാണിക്കാതെയും ജീവിതത്തിൻ്റെ ആനന്ദങ്ങളിൽ മുഴുകി നടക്കുന്ന ആളുകളെ നരകം കാട്ടി ഭീഷണിപ്പെടുത്തുക എന്ന ഒരു കാര്യം മാത്രമാണ് ചെയ്യുന്നത്. നമുക്കേതായാലും ഈ വാക്യങ്ങൾ, ഈ സൂറത്തിലെ വാക്യങ്ങൾ വായിച്ചു നോക്കാം. ഇദ സമാ ഉൻ ഫത്തറത്ത്. ഇതിലെ ഇൻഫത്തറത്ത് എന്ന ഈ വാക്കിൽ നിന്നാണ് ഇൻഫിത്താർ എന്ന് ഇതിന് തലക്കെട്ട് കൊടുത്തിട്ടുള്ളത്. ആകാശം പൊട്ടിപ്പൊളിയുമ്പോൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ലോകാവസാന ലക്ഷണമായിട്ട് പറയുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ആകാശം പൊട്ടിപ്പൊളിഞ്ഞ് വീഴും. വ ഇദൽ കവാക്കിബുൻ തസറ. നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുകയും ചെയ്യുമ്പോൾ. ആകാശം പൊട്ടിപ്പൊളിഞ്ഞ് വീഴും, നക്ഷത്രങ്ങൾ അതിൽ നിന്ന് ഉതിർന്നു വീഴും. വ ഇദൽ ബിഹാറു ഫുജ്ജിറത്ത്. സമുദ്രങ്ങൾ പൊട്ടിയൊഴുക്കപ്പെടും. വ ഇദൽ കുബൂറു ബോഷ്സിറത്ത്. കബറുകൾ മറിച്ചിടപ്പെടും. അമിലത്ത് നഫ്സുമ്മ ഖദ്ദമത്ത് വഅഖറത്ത്. അപ്പോൾ ഓരോ ആളും താൻ മുൻ ചെയ്തു വെച്ചതും പിന്നേക്ക് വെച്ചതും എന്താണെന്ന് അറിയുന്നതാണ്. ഇപ്പോൾ ലോകം അവസാനിക്കുമ്പോൾ സംഭവിക്കുന്ന മഹാഭീകരമായ ദുരന്തങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് വിശദീകരിക്കുന്നത്. ആകാശം പൊട്ടിപ്പൊളിഞ്ഞ് വീഴും, നക്ഷത്രങ്ങൾ ഉതിർന്ന് വീഴും, കടലുകൾ പിളർന്ന് എല്ലാം കൂടെ യോജിച്ച് ഒറ്റക്കടലായി മാറും. അങ്ങനെയാണ് വ്യാഖ്യാനം. ഖബറുകളിൽ നിന്ന് ആളുകളെല്ലാം പുറത്തേക്ക് വരും. ഖബറുകൾ ഇങ്ങോട്ട് മറിച്ചിടും. അപ്പോൾ ഖബറിൻ്റെ അടിയിൽ കിടക്കുന്നവർ മുഴുവൻ പുറത്തേക്ക് തെറിച്ചു വരും. എന്നിട്ട് അവരെന്തൊക്കെയാണ് ചെയ്തിരുന്നത്, എന്തൊക്കെയാണ് ചെയ്യാൻ ബാക്കി വെച്ചിരുന്നത് എന്നൊക്കെ ആ സമയത്ത് അവർക്ക് അറിയാൻ കഴിയും എന്നൊക്കെ പറഞ്ഞിട്ട് ലോകാവസാന നാളിൻ്റെ ഭീകരത പറഞ്ഞ് പേടിപ്പിക്കും. ഇവിടെ ആകാശം പൊട്ടിപ്പൊളിഞ്ഞ് വീഴും എന്നാണ് പറയുന്നത്. ഇതിനു മുമ്പത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ചത് ലോകാവസാനമാകുമ്പോൾ ആകാശത്തിൻ്റെ വാതിലുകൾ തുറക്കും എന്നാണ്. നക്ഷത്രങ്ങൾ ഉതിർന്ന് വീഴും എന്ന് പറയുമ്പോൾ നക്ഷത്രങ്ങളെല്ലാം ആകാശത്ത് പറ്റിച്ച് വെച്ചതാണെന്ന് നമുക്കറിയാം. ഏറ്റവും താഴത്തുള്ള 1-ാം ആകാശത്താണ് നക്ഷത്രങ്ങൾ പറ്റിച്ച് അലങ്കരിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ അലങ്കാരത്തിന് പറ്റിച്ച് തൂക്കി വെച്ചിട്ടുള്ള ചെറിയ ബൾബുകൾ പോലെയുള്ള നക്ഷത്രങ്ങളെല്ലാം കൂടെ ഭൂമിയിലേക്ക് ഉതിർന്ന് വീഴും. പരന്ന ഭൂമി, അതിൻ്റെ മേലെ കുട നിവർത്തിയ ആകാശം, 7 തട്ട്, അതിൽ 1-ാം തട്ടിൽ ബൾബ് തൂക്കിയ മാതിരി നക്ഷത്രങ്ങൾ പറ്റിച്ച് വെച്ച് ആകാശം തന്നെ പൊട്ടിപ്പൊളിഞ്ഞ് വീഴുമ്പോൾ ഈ നക്ഷത്രങ്ങളെല്ലാം കൂടെ ഉതിർന്ന് ഭൂമിയിലേക്ക് വീഴും. ഇതൊക്കെയാണ് ലോകാവസാനമാകുമ്പോൾ സംഭവിക്കുക. പിന്നെ സമുദ്രങ്ങൾ, അവ തമ്മിലുള്ള കരയുടെ അതിരുകളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞിട്ട് എല്ലാ സമുദ്രങ്ങളും കൂടെ ചേർന്ന് ഒറ്റക്കടലായിട്ട് മാറും. എന്നാൽ തക്വീർ എന്ന അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളത് സമുദ്രങ്ങൾക്ക് തീ പിടിക്കുമെന്നാണ്. ഇവിടെ സമുദ്രങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞ് ഒന്നാകും എന്നാണ് പറയുന്നതെങ്കിൽ അവിടെ സമുദ്രങ്ങൾക്ക് തീ പിടിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ലോകാവസാനത്തിൻ്റെ ലക്ഷണങ്ങൾ പറയുമ്പോൾ പോലും ഒരിടത്ത് പറഞ്ഞത് ഓർമ്മിക്കാതെ മറ്റൊരു കാര്യം മറ്റൊരു സന്ദർഭത്തിൽ പറയുക എന്നത് പതിവ് പോലെ സംഭവിക്കുന്നു. ആകാശത്തിൻ്റെ വാതിലുകൾ തുറക്കുമെന്ന് ഒരുത്തി പറഞ്ഞു, ഒരുത്തിയിൽ ആകാശം പൊട്ടിപ്പൊളിഞ്ഞ് വീഴുമെന്ന് പറയുന്നു. കടലുകൾ കത്തും എന്നൊരു വാസ്തു പറയുന്നു. കടലുകൾ കൂടിച്ചേരുമെന്നാണ് ഇവിടെ പറയുന്നത്. ഈ ഖബറിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. മുഹമ്മദിൻ്റെ മനസ്സിൽ മരിച്ച മനുഷ്യരൊക്കെ ഖബറടക്കുകയാണ് ചെയ്യുന്നത് എന്നും
ഖബറടക്കി അധികം താമസിയാതെ ഉടനെ തന്നെ ഈ ലോകാവസാന ലക്ഷണം ഉണ്ടാകും എന്നും ഒരു ചിന്തയാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്നാണ് ഇങ്ങനൊരു മണ്ടത്തരം ഇതിനകത്ത് വന്നിട്ടുണ്ടാവുക. കാരണം ഖബർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഖബറിൽ ഒരു മനുഷ്യനെ കൊണ്ടേ അടക്കം ചെയ്തു കഴിഞ്ഞാൽ ഏതാനും വർഷങ്ങൾ കൊണ്ട് അത് മണ്ണായി നശിച്ചു പോകും. പലപ്പോഴും നമ്മുടെയൊക്കെ ഖബറിസ്ഥാനുകളിൽ പഴയ ഖബറുകൾ മാന്തിയിട്ട് അതിലാണ് പുതിയ ശവങ്ങൾ വെക്കുക. കാരണം പഴയതെല്ലാം ദ്രവിച്ച് എല്ലുകളടക്കം ദ്രവിച്ച് പോയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ ആ സ്ഥലം പുതിയത് വെക്കാൻ ഉപയോഗിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ഖബർ എല്ലാം കൂടെ അങ്ങോട്ട് ഇളക്കി മറിക്കുമ്പോൾ അതിനകത്തുനിന്ന് ഒരു ഖബറിൽ തന്നെ വെച്ച എല്ലാ ബോഡികളും പുറത്തേക്ക് വരണമെങ്കിൽ അവിടെ ഇല്ലാത്ത ശരീരം അപ്പോൾ ഉണ്ടാക്കണം. ഇല്ലാത്ത ശരീരം ഉണ്ടാക്കിയിട്ട് വേണം പുറത്തേക്ക് തെറിക്കാൻ. യഥാർത്ഥത്തിൽ ഈ ശരീരപ്രധാനമായിട്ടുള്ള ഈ ചിന്തകൾ തന്നെ വളരെ നിലവാരമില്ലാത്തൊരു ചിന്തയാണ്. മനുഷ്യൻ മരിച്ച് മണ്ണായി കഴിഞ്ഞാൽ പിന്നെ ഈ ശരീരം അതുപോലെ ഖബറിൽ നിന്ന് പുറത്തേക്ക് ചാടി വരും എന്ന് പറയുന്നതിൽ യാതൊരു കഥയില്ല. നേരെ മറിച്ച് ഈ മരിച്ചുപോയ മനുഷ്യരുടെ ശരീരങ്ങൾ നശിച്ചു പോയി എന്നും അവരുടെ ആത്മാക്കളാണ് ബാക്കി നിൽക്കുക എന്നുമാണ് കുറച്ചും കൂടെ നിലവാരമുള്ള ഒരു സങ്കല്പം. അങ്ങനെയാണെങ്കിൽ ഈ ഖബറിൽ നിന്നും പുറത്തേക്ക് ചാടുക എന്ന് പറയുന്നതിന് യാതൊരു അർത്ഥവുമില്ല. കാരണം മനുഷ്യർ മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഖബറിലല്ല കുഴിച്ചിടുന്നത്. അല്ലാത്ത എത്രയോ തരത്തിലുള്ള ശവസംസ്കാര രീതികൾ മനുഷ്യർക്കിടയിലുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ മരിച്ചു കഴിഞ്ഞാൽ കത്തിച്ച് കളയുക ചെയ്യും. കത്തിച്ച് ചാമ്പലാക്കി കഴിഞ്ഞാൽ പിന്നെ അവരെ ഏതെങ്കിലും ഖബറിൽ നിന്ന് പുറത്ത് ചാടിക്കാൻ പറ്റില്ല. അപ്പോൾ അവരെ പിന്നെ വീണ്ടും പുനഃസൃഷ്ടിച്ചിട്ട് പുറത്ത് ചാടിക്കണമെങ്കിൽ തന്നെ അവർക്ക് ഖബറില്ല. അപ്പോൾ അവരുടെ ആത്മാവ് എവിടെയാണോ പറന്ന് കിടക്കുന്നത് അവിടുന്ന് പിടിച്ചുകൊണ്ടുവന്നിട്ട് അവർക്ക് ശരീരം വെച്ച് കൊടുക്കേണ്ടി വരും. അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുപോലെ ചിലർ കടലിൽ കെട്ടി താഴ്ത്തുന്നുണ്ട്, പുഴയിൽ കൂടെ ഒഴുക്കി വിടുന്നുണ്ട്, കഴുകന്മാർക്ക് തീറ്റ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ മനുഷ്യർ ശവസംസ്കാരം പല രീതിയിലാണ് ചെയ്യുന്നത്. ഇലക്ട്രിക് ശ്മശാനങ്ങളിൽ കരിച്ച് കളയുന്നു. അപ്പോൾ ഇവിടുന്നൊക്കെ മനുഷ്യനെ ഈ ശരീരം അതുപോലെ ഖബറിൽ നിന്ന് മറിച്ചെടുക്കും പോലെ മറിച്ചെടുക്കണമെങ്കിൽ ഖബറിലല്ലാത്ത ഒരുപാട് ആൾക്കാരും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതൊരു മണ്ടത്തരമാണ്. കാരണം മനുഷ്യൻ്റെ ശരീരം അതുപോലെ കിടക്കില്ല. മരിച്ച് ഖബറിലായി കഴിഞ്ഞാൽ അതൊക്കെ മണ്ണായി നശിച്ചു പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ശരീരപ്രധാനമായിട്ടുള്ള ഈ കഥകൾ തന്നെ ഒരു നിലവാരമില്ലാത്ത കഥയാണ്. നേരെ മറിച്ച് മരിച്ച മനുഷ്യർ ശരീരം നശിച്ചു പോവുകയും അവരുടെ ആത്മാവ് എവിടെയെങ്കിലും നിലനിൽക്കുകയും ചെയ്യുന്നു എന്നാണെങ്കിൽ ഈ പറഞ്ഞ ഖബറുകൾ മറിച്ച് അതിനകത്തുനിന്ന് ശവശരീരങ്ങൾ തെറിച്ചു വരും എന്ന് പറയുന്നതിൽ യാതൊരു കഥയും ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതൊക്കെ മുഹമ്മദ് എന്ന മനുഷ്യൻ്റെ വളരെ വികലമായിട്ടുള്ള അല്പജ്ഞാനത്തിൻ്റെ ഭാഗമായിട്ട് അയാൾക്ക് ചുറ്റും കണ്ട ചില കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഓരോരോ കഥകൾ മെനഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് ഇതുപോലുള്ള വിവരക്കേടുകളൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ടാവുക. 5-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അപ്പോൾ ഓരോ ആളും താൻ മുമ്പ് ചെയ്തതും പിന്നെ ചെയ്തതും ഒക്കെ എന്താണെന്ന് അപ്പോൾ അറിയുന്നതാണ്. ഇനി 6-ാമത്തെ വാക്യം, ഹേ മനുഷ്യ, ഉദാരനായ അഥവാ മാന്യനായ നിൻ്റെ റബ്ബിനെക്കുറിച്ച് നിന്നെ വഞ്ചിച്ചു കളഞ്ഞതെന്താണ്? ഇത് മുഹമ്മദ് മക്കയിലുണ്ടായിരുന്ന ഒരു കലാകാരനായ ഒരു വ്യക്തിയെ അഭിമുഖീകരിച്ചു കൊണ്ട് പറഞ്ഞതാണ് എന്നാണ് ഇബ്നു അബ്ബാസിൻ്റെയൊക്കെ ഈ സന്ദർഭ വിവരണത്തിൽ പറയുന്നത്. കിൽദാൻ എന്നോ എന്തോ മറ്റു പേരുള്ള ഒരാൾ അവിടെ കലാകാരനായിരുന്നു, ആർട്ട് വർക്കറായിരുന്നു എന്നാണ് പറയുന്നത്. എന്ത് കലയാണെന്ന് അറിയില്ല. ചിലപ്പോൾ ശില്പങ്ങൾ ഉണ്ടാക്കുകയോ ചിത്രം വരയ്ക്കുകയോ അതല്ലെങ്കിൽ പാട്ട് പാടുക അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. എന്തായാലും ഒരു കലാകാരൻ്റെ കലാജീവിതത്തോട് കലിപ്പ് തോന്നിയപ്പോൾ മുഹമ്മദ് അയാളെ ചീത്ത വിളിച്ചുകൊണ്ട് പറഞ്ഞതാണ് ഇത് എന്നാണ് സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. ഹേ മനുഷ്യ, മാന്യനായ നിൻ്റെ റബ്ബിനെക്കുറിച്ച് നിന്നെ വഞ്ചിച്ചു കളഞ്ഞതെന്താണ് എന്നാ ചോദ്യം. എന്താണ് ഈ റബ്ബിൻ്റെ മാന്യത, റബ്ബിൻ്റെ ഉദാരത? അതാണല്ലോ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലും ഒരുപാട് അവസരത്തിലും നമ്മൾ ചർച്ച ചെയ്തത്. എങ്ങനെയാണ് ഈ റബ്ബ് മാന്യനും ഉദാരനുമാകുന്നത്? മാന്യനും ഉദാരനുമാണെങ്കിൽ ഈ ഒരൊറ്റക്കാരൻ തന്നെ വെച്ചാൽ ഇയാളൊരു കലാകാരനാണ് എന്നതിൻ്റെ പേരിലാണ് മുഹമ്മദ് അയാളെ കുറ്റം പറയുന്നത്. അപ്പോൾ അയാളുടെ കലാപ്രവർത്തനങ്ങൾ നടത്തി എന്നതാണ് മുഹമ്മദ് അള്ളാഹുവിനെ വഞ്ചിച്ചു എന്ന ആരോപണം ഉന്നയിക്കാൻ കാരണം. അപ്പോൾ അള്ളാഹുവിന് ഇഷ്ടമില്ല, കലാപരിപാടികളൊന്നും അള്ളാഹുവിന് ഇഷ്ടമില്ല. ഒരാൾക്ക് ചിത്രം വരയ്ക്കാൻ കഴിയും, ഒരാൾക്ക് ശില്പങ്ങൾ ഉണ്ടാക്കാൻ കഴിയും, ഒരാൾക്ക് പാട്ട് പാടാൻ കഴിയും, ഒരാൾക്ക് ഡാൻസ് ചെയ്യാൻ കഴിയും. പക്ഷേ അള്ളാഹു ആ കഴിവൊക്കെ മനുഷ്യന് കൊടുത്തിരിക്കുന്നത് ഈ കഴിവുകളൊന്നും ഉപയോഗപ്പെടുത്താനോ പ്രകടിപ്പിക്കാനോ അതിലൂടെ മനുഷ്യർക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനോ ഒന്നുമല്ല. മറിച്ച് ഈ കഴിവുകളൊക്കെ ഉണ്ടായിട്ടും ആ കഴിവുകൾ പുറത്തെടുക്കാതെ പാഴാക്കി കളഞ്ഞിട്ട് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടും നിസ്കരിച്ചുകൊണ്ടും ജീവിതം പാഴാക്കണം. അങ്ങനെ ജീവിതം പാഴാക്കിയവർക്ക് സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു കാത്തിരിക്കുന്നത്. അപ്പോൾ അള്ളാഹു എത്രത്തോളം മാന്യനാണ് എന്നതിൽ ആലോചിച്ച് നോക്കൂ.
മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യർക്ക് ഈ പ്രകൃതിയിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്, അത് ദൈവം കൊടുത്തതായാലും ശരി, പ്രകൃതിയിൽ നിന്ന് കിട്ടിയതായാലും ശരി, ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ വൈവിധ്യമാർന്ന സർഗാത്മകമായിട്ടുള്ള നൈസർഗികമായിട്ടുള്ള കഴിവുകളാണ്, സിദ്ധികളാണ്. അത് ചിലർക്ക് പാടാൻ കഴിയും, ചിലർക്ക് നൃത്തം ചെയ്യാൻ കഴിയും, ചിലർക്ക് തത്വജ്ഞാനം ആർജിക്കാൻ കഴിയും. ഇങ്ങനെ പലതരത്തിലുള്ള മനുഷ്യൻ്റെ സിദ്ധികൾ, അതിൽ പലതും നൈസർഗികമായിട്ടുള്ള സിദ്ധികളാണ്, കലാവാസനകളാണ്. ആ സിദ്ധികൾ പരമാവധി മനുഷ്യൻ ഉപയോഗപ്പെടുത്തുമ്പോൾ ആ സിദ്ധികളുള്ള ആളുകൾക്ക് മാത്രമല്ല, സമൂഹത്തിലെ മറ്റാളുകൾക്കും വളരെയധികം പ്രയോജനം ലഭിക്കും. എല്ലാവർക്കും അത് ആസ്വദിക്കാൻ കഴിയും. അങ്ങനെ മറ്റുള്ളവരെ രസിപ്പിക്കാനും ആസ്വദിപ്പിക്കാനും കഴിയുന്ന കഴിവുകൾ കിട്ടിയ ആളുകൾ സമൂഹത്തിൽ ആദരിക്കപ്പെടുകയും അവർ സ്നേഹിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ അവർക്ക് ഈ സ്നേഹവും ഇഷ്ടവും ആദരവും ലഭിക്കും. അതുപോലെ തന്നെ മറ്റ് പ്രതിഫലങ്ങൾ ലഭിക്കും. മറ്റുള്ളവർക്ക് അത് ആസ്വദിക്കാനും കഴിയും. അപ്പോൾ ജീവിതത്തെ കൂടുതൽ സന്തോഷകരമാക്കുന്നതിന് മനുഷ്യർക്കിടയിലെ വൈവിധ്യമാർന്ന ഈ കലാസിദ്ധികളും വൈവിധ്യമാർന്നിട്ടുള്ള ഈ നൈസർഗിക സിദ്ധികളും പ്രയോജനപ്പെടുത്തുമ്പോഴാണ് മനുഷ്യൻ്റെ ജീവിതം കൂടുതൽ ആനന്ദകരമാകുക, മനുഷ്യൻ്റെ ജീവിതം വർണ്ണാഭമാവുക. പക്ഷേ ജീവിതം സന്തോഷകരവും വർണ്ണാഭവുമാകുന്നത് ഒരു നിലക്കും ഇഷ്ടപ്പെടാത്ത ഒരു മൊരടനായിരുന്നു ഈ ദൈവം എന്നാണ് മുഹമ്മദ് ഇവിടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു കലാകാരനെ കാണുമ്പോഴേക്ക് അയാൾ ദൈവത്തിനെ ഓർത്തില്ല, അയാൾ ദൈവത്തിന് നന്ദി കാണിച്ചില്ല എന്നും പറഞ്ഞിട്ട് അയാളെ മേലെ മേക്കിട്ട് കയറാൻ പോകുന്നത്. മുഹമ്മദിന് ഇത്തരം കലാപരിപാടികളൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല. മുഹമ്മദിന് ജീവിതത്തിൽ ആകെ ഇഷ്ടമുണ്ടായിരുന്ന 2-3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് കുതിരമ്മ കയറിയിട്ട് പോയിട്ട് ആൾക്കാരെ വെട്ടിക്കൊല്ലുന്ന യുദ്ധം, അതായിരുന്നു മുഹമ്മദിന് ഇഷ്ടമുള്ള ഒരു കാര്യം. മുഹമ്മദിൻ്റെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അത് തന്നെയായിരുന്നു. മനുഷ്യൻ്റെ തല വെട്ടുമ്പോൾ ഞാനും കൂടി തരാം, സഹായിച്ചു തരാം എന്ന് പറയുന്ന ഒരു ഭീകരനാണ് ഖുർആനിലെ അള്ളാഹു എന്ന് പറയുന്നത്. പിന്നെ മുഹമ്മദിന് ഇഷ്ടമുള്ള 2 കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന് അത്തറാണ്. ഇങ്ങനെ അത്തർ പൂശി മണപ്പിച്ചുകൊണ്ട് നടക്കുക എന്നുള്ളത് മുഹമ്മദിന് വലിയ ഇഷ്ടമുള്ള കാര്യമായിരുന്നു. പിന്നെ മുഹമ്മദിന് ഇഷ്ടമുള്ള കാര്യം എന്ന് പറയുന്നത് പെണ്ണാണ്, സെക്സാണ്. ഈ 2-3 കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി ഒരു കാര്യവും മുഹമ്മദിന് യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പാട്ടും കലയും ഒന്നും മുഹമ്മദിന് ഇഷ്ടമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് മുഹമ്മദിൻ്റെ മൊരടനായ അള്ളാഹു ഇതൊക്കെ കണ്ടാൽ ദേഷ്യം പിടിച്ച് ചീത്ത വിളിക്കുന്ന പാട്ട് പാടുക എന്നതായിരുന്നു പതിവ്. ഇനി 7ാമത്തെ വാക്യം, നിന്നെ സൃഷ്ടിച്ചുണ്ടാക്കി ശരിപ്പെടുത്തി പാകപ്പെടുത്തിയവൻ, അവൻ ഉദ്ദേശിച്ചതായ ഏതോ ഒരു രൂപത്തിൽ നിന്നെ അവൻ സംഘടിപ്പിച്ചുണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ മനുഷ്യനെ സൃഷ്ടിച്ചത് അള്ളാഹുവിൻ്റെ ഇഷ്ടപ്രകാരമാണ് എന്നാണ്. അള്ളാഹു എങ്ങനെയാണോ ഉദ്ദേശിച്ചത് അങ്ങനെയാണ് ഓരോ മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ്. എന്നിട്ട് അള്ളാഹുവിൻ്റെ സൃഷ്ടി വളരെ പെർഫെക്റ്റാണ് എന്നും അവകാശപ്പെടുന്നുണ്ട്. ഇപ്പോൾ സവ്വാക്ക എന്ന് പറയുന്നത്, സവ്വാക്ക എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ പെർഫെക്റ്റായ രീതിയിൽ തന്നെ സൃഷ്ടിച്ചു എന്നാണ്. സൃഷ്ടിച്ചതാകട്ടെ ഈ സൃഷ്ടികളുടെ ഇഷ്ടം അനുസരിച്ചോ അല്ലെങ്കിൽ അവരുടെ ആവശ്യം അനുസരിച്ചോ ഒന്നല്ല, അള്ളാഹുവിൻ്റെ തോന്നിയാസം അനുസരിച്ചാണ്. അള്ളാഹുവിന് തോന്നുന്ന മാതിരി അള്ളാഹു സൃഷ്ടിച്ചു. എന്നിട്ട് അള്ളാഹുവിന് തോന്നിയ മാതിരി അള്ളാഹു സൃഷ്ടിച്ചിട്ട് ആ മനുഷ്യരോട് അള്ളാഹു നിങ്ങൾ എന്നോട് നന്ദി കാണിക്കുകയും നിങ്ങൾ എന്നെ ആരാധിക്കുകയും എന്ന് പറഞ്ഞുകൊണ്ട് ഈ സൃഷ്ടികളുടെ പിന്നാലെ നടക്കുകയും ചെയ്യുന്നു. ഇവിടെ പെർഫെക്റ്റായിട്ടാണ് സൃഷ്ടിച്ചത് എന്ന് പറയുന്നത് തന്നെ ശുദ്ധ അസംബന്ധമാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ മനുഷ്യരെ നോക്കിക്കഴിഞ്ഞാൽ ആ മനുഷ്യർക്കിടയിൽ പലതരത്തിലുള്ള പെർഫെക്ഷൻ ഇല്ലാത്ത സൃഷ്ടികളെയും നമുക്ക് കാണാൻ പറ്റും. ചെറുതും വലുതുമായിട്ടുള്ള വൈകല്യങ്ങളോടുകൂടി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യർ, സൃഷ്ടിക്കപ്പെട്ട എന്ന് ഞാൻ ഇതിൻ്റെ ഭാഷയിലാണ് പറയുന്നത്. അങ്ങനെ പരിണാമത്തിലൂടെ ഉണ്ടായി എന്ന് നമ്മൾ കരുതുന്നത് പോലെ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അങ്ങനെ എറർ സംഭവിക്കാം. അങ്ങനെ എറർ സംഭവിച്ചതാണെങ്കിൽ നമുക്ക് അതിൻ്റെ പേരിൽ ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ സർവശക്തനായ ഒരു ദൈവം തനിക്കിഷ്ടപ്പെട്ട രീതിയിൽ താൻ സൃഷ്ടിച്ചതാണ് എല്ലാം എങ്കിൽ ഈ വൈകല്യത്തോടു കൂടി ജനിക്കുന്ന, തല ഒട്ടി ജനിക്കുന്നവർ, നെഞ്ചൊട്ടി ജനിക്കുന്നവർ, കാലില്ലാതെ കൈയില്ലാതെ ചെവി കേൾക്കാതെ കണ്ണ് കാണാതെ ജനിക്കുന്നവർ, മന്ദബുദ്ധികളായി ജനിക്കുന്നവർ, ഇങ്ങനെ പലതരത്തിലുള്ള പെർഫെക്ഷൻ ഇല്ലാതെ ജനിക്കുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ആണും പെണ്ണും അല്ലാതെ ജനിക്കുന്നവർ, ആണിൻ്റെയും പെണ്ണിൻ്റെയും ലൈംഗിക അവയവത്തോടു കൂടി ജനിക്കുന്നവരൊക്കെ ഉണ്ട്, ഹെർമാഫ്രോഡൈറ്റുകൾ. ഇങ്ങനെയുള്ള വളരെ വിചിത്രമായിട്ടുള്ള വികലമായിട്ടുള്ള ഒരുപാട് സൃഷ്ടികൾ മനുഷ്യർക്കിടയിൽ തന്നെ നമ്മൾ കാണുന്നു. മനുഷ്യരല്ലാത്ത ജീവികളുടെ ഇടയിൽ കാണുന്നു. ജീവനില്ലാത്ത പ്രകൃതിയിലും നമ്മൾ ഒരുപാട് പെർഫെക്റ്റ് അല്ലാത്ത കാര്യങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഞാനെല്ലാം എനിക്ക് ഇഷ്ടമുള്ള മാതിരിയാണ് സൃഷ്ടിച്ചത് എന്നും പെർഫെക്റ്റായിട്ടാണ് സൃഷ്ടിച്ചത് എന്നും അതുകൊണ്ട് നിങ്ങൾ എൻ്റെ പിന്നാലെ നന്ദിയും പറഞ്ഞ് നടക്കണം എന്ന് പറയുമ്പോൾ ഈ കണ്ണില്ലാതെ ജനിച്ചവനും 2 തല ഒട്ടിക്കൊണ്ട് ജനിച്ചവനും കയ്യും കാലില്ലാതെ ജനിച്ചവനും ബുദ്ധിയില്ലാതെ ജനിച്ചവരൊക്കെ അവരെ അങ്ങനെ ജനിപ്പിച്ചതിന്
ഈ തൻ്റെ തോന്നിവാസത്തിൻ്റെ പേരിൽ അങ്ങനെ ജനിപ്പിച്ചതിന് ഈ ദൈവത്തിന് നന്ദിയും പറഞ്ഞ് നടക്കണം എന്നാണ് ഈ പറയുന്നത്. ഇതിലെന്താ അർത്ഥമുള്ളത്? എന്നിട്ട് ഈ ദൈവത്തെക്കുറിച്ച് എന്താ പറയുന്നത്? ഉദാരനുമാണ്, മാന്യനാണെന്നാണ്. ഇത് ഉദാരതയ്ക്കോ മാന്യതയ്ക്കോ ചേർന്ന പണിയാണോ ഇങ്ങനെയൊക്കെ സൃഷ്ടിക്കൽ? എന്നിട്ട് ഞാൻ പെർഫെക്റ്റായിട്ട് സൃഷ്ടിച്ചു എന്ന് നുണ പറയുകയും എന്നിട്ട് ഇവരെല്ലാവരും എനിക്ക് നന്ദി കാണിക്കണം എന്ന് സ്വയം ആവശ്യപ്പെടുകയും ചെയ്യുന്നതൊക്കെ ഒരു മാന്യതയുടെ ലക്ഷണമായിട്ട് നമുക്ക് തോന്നുന്നില്ല. നമ്മൾക്ക് നന്ദി തോന്നണമെങ്കിൽ നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളെ സഹായിക്കുന്ന ഒരാൾ കാണുമ്പോഴാണ് നമുക്ക് അയാളോട് നന്ദി തോന്നുക. അല്ലാതെ ഒരാൾ അയാൾക്ക് തോന്നിയ മാതിരിയൊക്കെ നമ്മളോട് എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് അതിൽ നമുക്ക് ദ്രോഹകരമായ കാര്യങ്ങളുണ്ടാവും, ഗുണകരമായ കാര്യങ്ങളുണ്ടാവും. ഈ ഗുണകരമായ കാര്യങ്ങൾ ചെയ്യുന്ന അതേ ആൾ തന്നെ ദ്രോഹകരമായ കാര്യങ്ങളും കുറേ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ അയാൾക്ക് പ്രത്യേകിച്ച് നന്ദി പറയേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല കാര്യങ്ങൾക്ക് നന്ദി പറയുമ്പോൾ ഈ ചീത്ത കാര്യങ്ങൾക്ക് നമ്മൾ അയാളെ ശപിക്കുകയോ ചീത്ത പറയുകയോ ചെയ്യണ്ടേ? രണ്ടിനും പോകേണ്ട കാര്യമില്ല. ഇതൊക്കെ പ്രകൃതിയിലെ പരിണാമത്തിലൂടെ വന്നതാണ് എങ്കിൽ ഇത് ഏതെങ്കിലും ബുദ്ധിമാനായ ഒരാൾ അല്ലെങ്കിൽ നീതിമാനും എല്ലാം അറിയുന്നവനുമായ ഒരു വ്യക്തി കരുതിക്കൂട്ടി സൃഷ്ടിച്ചതാണ് എങ്കിൽ അയാൾ നമുക്ക് ചെയ്ത ദ്രോഹങ്ങൾക്ക് അയാളോട് നമ്മളെന്തിനാണ് നന്ദി പറയുന്നത്? നമ്മളോട് ചെയ്ത നല്ല കാര്യങ്ങൾക്കല്ലേ നന്ദി പറയേണ്ടതുള്ളൂ. അപ്പം നമ്മളാരും ആഗ്രഹിച്ചത് കൊണ്ടല്ല നമ്മളിവിടെ ജനിച്ചിട്ടുള്ളത്. എന്നെ ഒരു മനുഷ്യനാക്കി ജനിപ്പിച്ചുകൊണ്ടാ, എന്നാൽ ഞാൻ എന്നെ നിസ്കരിച്ചോളാം എന്ന് നമ്മളാരും ദൈവത്തിനോട് മുൻകൂട്ടി പറഞ്ഞിട്ടില്ല. കാരണം പറയാൻ നമ്മളില്ലല്ലോ. ദൈവത്തിന് തോന്നിയ മാതിരി ദൈവം എന്തൊക്കെ ഉണ്ടാക്കിയപ്പോൾ നമ്മളുണ്ടായിപ്പോയി എന്നതിന് ദൈവത്തിന് നമ്മൾ നന്ദി ഇങ്ങോട്ട് ചോദിച്ചുകൊണ്ട് നടക്കണം എന്ത് അർഹതയുള്ളത്? എല്ലാം പെർഫെക്റ്റായിട്ട് സൃഷ്ടിച്ചു. മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ചാണ് ഈ ഖുർആനിൽ ഇടക്കിടക്ക് ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ നമ്മുടെ ഇബ്നു കസീർ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസുണ്ട്. നസായി, ഇബ്നു മാജയൊക്കെ ഉദ്ധരിച്ച ഹദീസാണെന്ന് പറഞ്ഞിട്ട് ആ ഹദീസിൽ പറയുന്നത്, പ്രവാചകൻ തൻ്റെ കയ്യിലേക്ക് ഇങ്ങോട്ട് കാർക്കിച്ച് തുപ്പി, എന്നിട്ട് ആ തുപ്പലിങ്ങനെ അങ്ങോട്ട് തോണ്ടിയിട്ട് കാണിച്ചിട്ട് ഇതുപോലെ ഒരു വെള്ളത്തിൽ നിന്നാണ് നിങ്ങളെ സൃഷ്ടിച്ച് തുടങ്ങിയത്, എന്നിട്ട് ഞാൻ നിങ്ങളെങ്ങനെ 2 കാലും എണീറ്റ് നടക്കാൻ പറ്റുന്ന നല്ല പെർഫെക്റ്റായിട്ടുള്ള മനുഷ്യന്മാരാക്കി സൃഷ്ടിച്ച് തന്നില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ആയത്ത് ഓതിയിട്ട് കേൾപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ മനുഷ്യനെ ഈ തുപ്പൽ പോലുള്ള ശുക്ലത്തിൽ നിന്ന് സൃഷ്ടിച്ചു, എന്നിട്ട് പിന്നെ അങ്ങ് പെർഫെക്റ്റായിട്ട് കൈയും കാലും വെച്ച് പിടിപ്പിച്ചു എന്നൊക്കെ പറയുന്ന കഥയാണ് ഇതിനകത്ത് പറയുന്നത്. ഇതെല്ലാം മണ്ടത്തരങ്ങളാണ്. ആകാശത്തും പൊട്ടിപ്പൊളിഞ്ഞ് വീണുവെന്നും നക്ഷത്രങ്ങൾ ഉതിർന്ന് ഭൂമിയിലേക്ക് വീണു എന്നൊക്കെ പറയുന്നത് പോലെയുള്ള വിഡ്ഢിത്തങ്ങൾ തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു സർവശക്തനും സർവജ്ഞാനിയുമായ ഒരു ദൈവത്തിൻ്റെ വചനങ്ങളല്ല എന്നതിന് ഇതിൽ പറയുന്ന ഈ മാതിരി വിഡ്ഢിത്തങ്ങൾ തന്നെയാണ് തെളിവ്. അതുകൊണ്ട് തന്നെ ഈ നന്ദി കൊണ്ട എന്നും പറഞ്ഞിട്ട് ഈ മനുഷ്യൻ്റെ പിന്നാലെ നടക്കുന്നത് ഒരു ദൈവമാണ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അന്തസ്സ് കെടുത്തുന്ന വർത്തമാനമാണ്. ഒരു ദൈവം ഇത്രയും ചീപ്പായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ദൈവം തനിക്ക് തോന്നിയ മാതിരി താൻ സൃഷ്ടിച്ചു, എന്നിട്ട് താൻ തോന്നിവാസം ചെയ്തിട്ട് ചെയ്ത മനുഷ്യർ തന്നോട് അതിന് നന്ദി കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക. ആ മനുഷ്യർ നന്ദി കാണിക്കാതിരിക്കുന്നതും ഈ ദൈവം ഉദ്ദേശിച്ചതാണെന്നും ദൈവം തീരുമാനിച്ചതാണെന്നും ദൈവം എഴുതി വെച്ചതാണ് എന്നും ഇതേ പുസ്തകത്തിൽ തന്നെ ആവർത്തിച്ച് പറയാം. എന്നിട്ട് ദൈവം ഇച്ഛിച്ചതനുസരിച്ച് ദൈവത്തിൻ്റെ സൃഷ്ടികൾ പ്രവർത്തിച്ചതിന് ആ പരീക്ഷണ മൃഗങ്ങളായിട്ടുള്ള നിരപരാധികളെ ഈ ദൈവം നിത്യനരകത്തിലിട്ട് പൊരിക്കും എന്ന് പറയാം. നരകത്തിൻ്റെ വള്ളം നിറച്ചു കൊടുക്കാമെന്ന് നരകത്തിന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ന് പറയാം. എന്നിട്ട് ഈ ദൈവം പറയാം, ഞാൻ നീതിമാനാണ്, മാന്യനാണ് എന്ന്. അതുകൊണ്ട് നിങ്ങൾ എന്നോട് നന്ദി കാണിക്കുക എന്ന് പറയും. അപ്പം നീതിക്കും മാന്യതക്കും നിരക്കാത്ത ക്രൂരമായിട്ടുള്ളൊരു വിനോദം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ സ്വയം ഞാൻ മഹാനാണ്, നീതിമാനാണ്, അതുകൊണ്ട് നിങ്ങൾ എന്നോട് നന്ദി കാണിക്കൂ എന്ന് പറഞ്ഞ് വരുന്നത് തന്നെ ഒരു ദൈവത്തെ അവഹേളിക്കുന്ന വിരോധാഭാസമാണ്. ഇതൊന്നും മാന്യതയുള്ള ഒരു ദൈവം ഒരിക്കലും പറയാൻ സാധ്യതയില്ല. സ്വന്തം സൃഷ്ടികളുടെ മുമ്പിൽ നന്ദിക്ക് വേണ്ടി യാചിക്കുകയും ആ സൃഷ്ടികളെ തനിക്ക് തോന്നിയതുപോലെയൊക്കെ താനാണ് സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ആ സൃഷ്ടികളുടെ എല്ലാ ദുരന്തങ്ങളുടെയും കാരണം ഏറ്റെടുക്കുകയും എന്നിട്ട് അതിൻ്റെയൊക്കെ കുറ്റം അവരുടെ മേൽ ചാർത്തിക്കൊണ്ട് അവരെ ശിക്ഷിക്കാൻ കാത്തിരിക്കുകയും ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് ദൈവത്തെ അവഹേളിക്കലാണ്, ദൈവത്തിൻ്റെ അന്തസ്സ് കെടുത്തലാണ്. അതുകൊണ്ട് തന്നെ ഈ ഖുർആൻ പോലുള്ള ഒരു പുസ്തകം ദൈവത്തിൻ്റെ പുസ്തകമാണ് എന്ന അവകാശവാദം തന്നെ ദൈവമില്ല എന്നതിൻ്റെ തെളിവാണ്. കാരണം ഒരു ദൈവം ഉണ്ടായിരുന്നെങ്കിൽ, ആത്മാഭിമാനമുള്ള ഒരു ദൈവം ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇതുപോലുള്ള വിരോധാഭാസങ്ങളും വിഡ്ഢിത്തങ്ങളും ആ ദൈവത്തിൻ്റെ പേരിൽ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവരോട് ആ ദൈവം ഇതിനകം തീർച്ചയായിട്ടും പ്രതികാരം ചെയ്തിട്ടുണ്ടാകുമായിരുന്നു. അതല്ലെങ്കിൽ ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല എന്ന് നമ്മളെയൊക്കെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തൻ്റെ അന്തസ്സ് കാക്കാൻ ആ ദൈവം ഏതെങ്കിലും രീതിയിൽ ഒരു ദൃഷ്ടാന്തവുമായി നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമായിരുന്നു. അങ്ങനെ സംഭവിക്കുന്നില്ല എന്നത് തന്നെയാണ്
ദൈവം ജീവിച്ചിരിക്കാനുള്ള ഒരു സാധ്യതയുമില്ല എന്ന നിഗമനത്തിൽ നമ്മളൊക്കെ എത്തുന്നതിന് ഏറ്റവും ഒന്നാമത്തെ കാരണം. 9-ാമത്തെ വാക്യം, അങ്ങനെ വേണ്ട, പക്ഷേ നിങ്ങൾ പ്രതിഫല നടപടിയെ വ്യാജമാക്കിക്കൊണ്ടിരിക്കുന്നു. 10, നിശ്ചയമായും നിങ്ങളുടെ മേൽ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ചിലരുണ്ട് താനും, അതായത് എഴുതി രേഖപ്പെടുത്തുന്ന ചില മാന്യന്മാർ. നിങ്ങൾ ചെയ്യുന്നത് അവർ അറിയുന്നു. അപ്പോൾ ഈ കലാകാരൻ്റെ മുഖത്ത് നോക്കിയിട്ട് അയാളോട് മുഹമ്മദ് പറയുന്ന ആരോപണം അല്ലെങ്കിൽ അയാൾക്ക് നേരെ ഉന്നയിക്കുന്ന ആക്ഷേപം എന്ന് പറയുന്നത് ഇയാൾ പ്രതിഫല ദിനത്തെ നിരാകരിക്കുന്നു എന്നാണ്. അതായത് ലോകാവസാനം ഉണ്ടാകുന്നു, വിചാരണ ഉണ്ടാകുന്നു, അവിടെ നരകവും സ്വർഗമൊക്കെ ഉണ്ടാകും എന്നുള്ള ഈ കഥയിൽ അയാൾ വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ അയാൾ ആ കഥയൊന്നും അത്ര കാര്യമായി ഗൗനിക്കുന്നില്ല എന്നുള്ളതാണ്. അയാളവിടെ കലാപരിപാടികളുമായിട്ട് നടക്കുന്നു എന്നുള്ളതാണ് ഈ മുഹമ്മദിൻ്റെ അള്ളാഹുവിനെ ഇത്രയേറെ രോഷാകുലനാക്കുന്നത്. എന്നിട്ട് പറയാണ്, നിങ്ങളെ സൂക്ഷിച്ച് നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളെയും രേഖപ്പെടുത്താൻ ഞാൻ 2 മാന്യന്മാരെ ഏർപ്പാടാക്കിയിട്ടുണ്ട്, അവരെല്ലാം അറിയുന്നുണ്ട്. നമ്മുടെ ഇടത്തും വലത്തുമുള്ള തോളിൽ 2 മലക്കുകൾ ഇരുന്നിട്ട് എല്ലാം എഴുതുന്നുണ്ട് എന്നാണ് പറയുന്നത്. എല്ലാം എഴുതി രേഖപ്പെടുത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഈ എഴുത്തും രേഖപ്പെടുത്തലും അല്ലാതെ CCTV വെച്ചിട്ട് റെക്കോർഡ് ചെയ്യുന്ന അല്ലെങ്കിൽ വീഡിയോ റെക്കോർഡിംഗ് ഒന്നും അള്ളാഹുവിന് അറിയില്ല. കാരണം ആ ടെക്നോളജി ഒന്നും അന്നില്ലല്ലോ. 6-ാം നൂറ്റാണ്ടിലെ ടെക്നോളജിയിലെ ഏറ്റവും വലിയ രേഖപ്പെടുത്തൽ എന്ന് പറയുന്ന എഴുത്താണ്. ആ എഴുത്ത് മാത്രമേ അള്ളാഹുവിന് അറിയുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ എഴുതാൻ പറയുന്നത്. പക്ഷേ ഈ എഴുത്ത് തന്നെ അനാവശ്യമാണ് എന്ന് ഈ ഖുർആൻ അനുസരിച്ച് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. കാരണം അള്ളാഹു ഇതെല്ലാം നേരത്തെ 2 തവണ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്ന്, അള്ളാഹുവിൻ്റെ ഒറിജിനൽ പുസ്തകത്തിൽ ലൗഹിൽ മഹ്ഫൂദിൽ ഇതെല്ലാം നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. 2, പിന്നെ ഓരോരുത്തരുടെയും ജനന സമയത്തിന് മുമ്പ് തന്നെ മലക്ക് 4-ാം മാസം അമ്മാൻ്റെ ഗർഭത്തിൽ വന്നിട്ട് അയാളുടെ സകല കാര്യങ്ങളും മുൻകൂട്ടി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ 2 പുസ്തകത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ മലക്കുകൾ തോളിലിരുന്നിട്ടും പിന്നെ എഴുതുന്നത്. അപ്പോൾ എന്തിനാണ് ഈ 3 എഴുത്ത് എന്ന് മനസ്സിലാവുന്നില്ല. സർവജ്ഞാനിയായ അള്ളാഹുവിന് ഈ 3 പ്രാവശ്യം ഒരേ കാര്യങ്ങൾ എഴുതേണ്ട കാര്യം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇനിയിപ്പോൾ ആ എഴുത്ത് നമ്മളെ കാണിക്കാനാണെങ്കിൽ അതിനും ഈ 3 എഴുത്തിൻ്റെ ആവശ്യമില്ല, ഒരെഴുത്ത് മതി. പക്ഷേ ഇന്ന് എഴുത്തിനേക്കാളൊക്കെ ഫലപ്രദമായിട്ടുള്ള രീതിയാണ് നമ്മളിന്ന് നടന്ന സംഭവങ്ങൾ അതേപടി നമുക്ക് കാണിച്ചു തന്നുകൊണ്ട് തന്നെ നമ്മൾ ചെയ്ത തെറ്റെന്താണ് നമ്മൾ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ടെക്നോളജി ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. ആ ടെക്നോളജി ഒന്നും അള്ളാഹുവിനറിയില്ല. നമ്മൾ ഇങ്ങനെ അതൊക്കെ വായിച്ചു നോക്കിയിട്ട് ഓർക്കണമോ ഞാനിങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ എന്നുള്ളത്. എന്നാൽ ഇന്നാണെങ്കിൽ നമുക്ക് മുമ്പ് ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് റെക്കോർഡ് ചെയ്ത് വെച്ചാൽ അതിൻ്റെയൊക്കെ വീഡിയോ നമുക്ക് നേരിട്ട് കണ്ടുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്തത് എന്നും നമ്മൾ എന്താണ് പറഞ്ഞത് എന്നൊക്കെ നേരിട്ട് നമുക്ക് കണ്ട് തന്നെ മനസ്സിലാക്കാനുള്ള ടെക്നോളജി ഇന്ന് നമുക്കുണ്ട്. അള്ളാഹ്ക്ക് ആ ടെക്നോളജി എന്നറിയില്ല. കാരണം അള്ളാഹ് ഇങ്ങനെ പരന്ന ഭൂമിയും വെച്ച് അതിൻ്റെ മേലെ കോട നിവർത്തി ആകാശം വെച്ച് 1-ാം ആകാശത്തിൽ നക്ഷത്രം പറ്റിച്ച് വെച്ചിട്ട് ഈ നക്ഷത്രം ഉതിർന്ന് വീഴുന്നത് ഈ ആകാശം പൊട്ടിപ്പൊളിഞ്ഞ് ഭൂമിയിലേക്ക് വീഴുന്നതും കാത്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ അമാനി മൗലവി എഴുതി വെച്ചിട്ടുള്ള 2 ഖണ്ഡിക കൂടി ഞാൻ വായിക്കാം. മനുഷ്യ, നീ നിന്നെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കൂ. അള്ളാഹു നിന്നെ ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് സൃഷ്ടിച്ചുണ്ടാക്കി നിനക്കാവശ്യമായ അവയവങ്ങളും അംഗങ്ങളുമെല്ലാം നൽകി ശരിപ്പെടുത്തി ഓരോന്നും അതതിൻ്റെ തോതും യോജിപ്പുമനുസരിച്ച് യഥാക്രമം പാകപ്പെടുത്തി നീയോ മറ്റാരെങ്കിലുമോ ഉദ്ദേശിച്ചിട്ടില്ലാത്ത അതേ അവൻ മാത്രം ഉദ്ദേശിച്ച ഒരു രൂപത്തിൽ നിനക്ക് അവൻ രൂപം നൽകുകയും ചെയ്തു. ഇങ്ങനെ നിനക്ക് സൃഷ്ടിയും രൂപവും നൽകി നിന്നെ സംരക്ഷിച്ചു വരുന്ന അത്യുദാരനും അതിമാന്യനുമായ നിൻ്റെ റബ്ബിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാതെയും അവൻ്റെ ശാപകോപങ്ങളെക്കുറിച്ച് ഭയപ്പെടാതെയും നീ കഴിഞ്ഞുകൂടുന്നത് വളരെ ആശ്ചര്യം തന്നെ. അവൻ്റെ കാര്യത്തിൽ നീ ഇത്രയും വഞ്ചിതനായി പോയല്ലോ, എന്തൊരത്ഭുതമാണിത് എന്നിങ്ങനെ അള്ളാഹു അവിശ്വാസികളെ അഭിമുഖീകരിച്ചു പറയുകയാണ്. വെളുത്ത മാതാപിതാക്കൾക്ക് കറുത്ത സന്താനം ജനിക്കുന്നു. അംഗഭംഗമുള്ളവരിൽ നിന്ന് അംഗങ്ങൾ യാതൊരു ഭംഗവുമില്ലാതെ കുട്ടികൾ ഉണ്ടാകുന്നു. ചിലർക്ക് മാതാവിൻ്റെയോ പിതാവിൻ്റെയോ മറ്റോ മുഖച്ഛായ കാണപ്പെടുന്നു. മറ്റു ചിലർക്കാകട്ടെ അവരുടെ കുടുംബാംഗങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ രൂപമായിരിക്കും. ജ്യേഷ്ഠൻ ആൺകുട്ടികൾ മാത്രം ജനിക്കുമ്പോൾ അനുജന് പെൺമക്കൾ മാത്രം ഉണ്ടാകുന്നു. ചിലരുടെ രൂപം സുന്ദരവും ആകർഷകവുമായിരിക്കുമെങ്കിൽ മറ്റു ചിലരുടേത് വികൃതവും വിരൂപവുമായിത്തീരുന്നു. അങ്ങനെ പലതും. ഇതിലെല്ലാം അള്ളാഹുവിൻ്റെ ഉദ്ദേശത്തിനല്ലാതെ മറ്റാരുടെയും ഉദ്ദേശത്തിന് പങ്കില്ലെന്ന് വ്യക്തമാണല്ലോ. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇച്ഛക്കനുസരിച്ചാണ് മനുഷ്യരിങ്ങനെ വികൃത രൂപത്തിലും കഴിവുകളൊന്നും ഇല്ലാതെയും വൈകല്യങ്ങളോടുകൂടിയും വളരെ ഗുരുതരമായ വൈകല്യങ്ങളോടുകൂടിയും ഒക്കെ ജനിക്കുന്നത് അള്ളാഹുവിൻ്റെ ഇച്ഛപ്രകാരമാണ്. എന്നിട്ട് ഈ അള്ളാഹു തന്നെ അതിനൊക്കെ എനിക്ക് നന്ദി വേണം എന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യരുടെ എല്ലാം പിന്നാലെ നടക്കുന്നു. എങ്ങനെയാണ് ഈ അള്ളാഹു മാന്യനാകുന്നത്? അങ്ങനെയാണെങ്കിൽ
അള്ളാഹു ഇവിടെ കുറേ മനുഷ്യരെ വികൃത രൂപത്തിലും കുറേ മനുഷ്യരെ നല്ല രൂപത്തിലും സൃഷ്ടിച്ചിട്ട് നിങ്ങളെല്ലാവരും എന്നോട് നന്ദി കാണിക്കണം എന്ന് പറയുമ്പോൾ അവിടെ എന്ത് നീതിയാണുള്ളത്? ഇനി അള്ളാഹുവിൻ്റെ ഉദ്ദേശപ്രകാരം മാത്രം അള്ളാഹുവിന് തോന്നിയതുപോലെയാണ് എല്ലാ സൃഷ്ടിയും നടത്തിയിട്ടുള്ളതെങ്കിൽ അതിൽ നമുക്കെന്ത് പങ്കാണുള്ളത്? അതിന് നമ്മൾ എന്തിനാണ് അള്ളാഹുവിനോട് ഇങ്ങനെ നന്ദി പറയേണ്ട ആവശ്യം എന്താണ്? നമ്മൾ ആവശ്യപ്പെട്ടിട്ടല്ലല്ലോ നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്, അതല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നതിന് അനുസരിച്ചല്ലല്ലോ നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്. നമ്മൾ ആഗ്രഹിക്കുന്ന കഴിവുകളൊന്നും തന്നിട്ടുമല്ല നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ജനിച്ചതിന് ശേഷം നമുക്ക് പല ആഗ്രഹങ്ങളും ഉണ്ടാവാം. ആ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നമ്മളെ ഈ അള്ളാഹു മാറ്റി സൃഷ്ടിച്ച് തരുന്നുമില്ല. ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരാഗ്രഹം, ഒരു മനുഷ്യനായി ജീവിക്കുകയാണെങ്കിൽ ഒരുപാട് ആഗ്രഹമുണ്ട്. അതല്ല, അതിനേക്കാളും ഞാൻ ചെറുപ്പം മുതലേ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഒരു പക്ഷിയായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. എനിക്കൊരു പക്ഷിയായിട്ട് ഇങ്ങനെ പറന്ന് കിടക്കാനാണ് ഏറ്റവും ഇഷ്ടം. ഈ മനുഷ്യരായിട്ട് ഇവിടെ ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത്, ചെറുപ്പം മുതലേ എനിക്കതാണ് ആഗ്രഹം. ഞാൻ ഏറ്റവും കൂടുതൽ സ്വപ്നം കണ്ടിട്ടുള്ളതും അതാണ്. രാത്രി ഉറങ്ങുമ്പോൾ ഇപ്പോഴും, കുട്ടിക്കാലത്തും ഇപ്പോഴും ഞാൻ സ്വപ്നം കാണാറുണ്ട് പക്ഷിയായിട്ട് പറക്കുന്നത്. ആകാശത്തുകൂടെ ഇങ്ങനെ ദേശാടന പക്ഷിയായിട്ട് പറന്ന് ലോകം മുഴുവൻ പറന്ന് കിടക്കുക, അവിടുന്നും പറന്നിട്ട് ബഹിരാകാശത്തു കൂടെ പറന്ന് ചന്ദ്രനിൽ പോവുക, ചൊവ്വയിൽ പോവുക. ഇതൊക്കെ ഞാൻ സ്വപ്നം കാണുന്ന കാര്യമാണ്, ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യമാണ്. പക്ഷേ എന്നെ ഒരു പക്ഷിയായിട്ട് സൃഷ്ടിക്കാത്ത അള്ളാഹുവിനെ, അതുകൊണ്ട് തന്നെ എൻ്റെ ആഗ്രഹത്തിന് വിരുദ്ധമായിട്ട് എന്നെ ഒരു മനുഷ്യനായി സൃഷ്ടിച്ച അള്ളാഹുവിനെ പിന്നെ ഞാനെന്തിനാണ് നന്ദി കാണിക്കുന്നത്? ഞാനെന്തിനാണ് അള്ളാഹുവിനോട് നന്ദി പറയുന്നത്? എൻ്റെ ആഗ്രഹം അനുസരിച്ച്, എൻ്റെ ആവശ്യമനുസരിച്ച് എന്നെ സഹായിക്കുന്ന എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ ഞാൻ നന്ദി പറയേണ്ടതുള്ളൂ. ഇനി ഒരു മനുഷ്യനായി സൃഷ്ടിച്ചു, ഇനി മനുഷ്യൻ എന്ന നിലയ്ക്ക് തന്നെ മറ്റെന്തെല്ലാം ആഗ്രഹങ്ങൾ ഓരോരുത്തർക്ക് ഉണ്ടാവും. എനിക്ക് നന്നായി പാട്ട് പാടണമെന്ന് നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് പാട്ട് പാടാനുള്ള കഴിവില്ല. അതുപോലെ എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ആ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഒന്നുമുള്ള ഒരു കഴിവും എനിക്കില്ല. അപ്പോൾ പിന്നെ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കഴിവും എനിക്ക് തരാതെ എന്നെ ഇങ്ങനെ ഒരുത്തനാക്കി തീർത്തു എന്നതിന് ഞാൻ എന്തിനാണ് അള്ളാഹുവിനോട് നന്ദി പറയുന്നത്? അതിന് പറയുന്നത്, നിങ്ങൾക്ക് ഈ ശ്വസിക്കാൻ വായു വന്നില്ലേ, കുടിക്കാൻ വെള്ളം ആര് ചോദിച്ചിട്ട്? നമ്മളാരും ചോദിച്ചില്ലല്ലോ. ശ്വസിക്കാൻ വായു കൊണ്ടാ, കുടിക്കാൻ വെള്ളം കൊണ്ടാ, തിന്നാൻ ഭക്ഷണം കൊണ്ടാ നമ്മളാരും ആവശ്യപ്പെട്ടിട്ട് നമ്മളെങ്ങനെ മനുഷ്യരാക്കി ഇവിടെ ജനിപ്പിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. അള്ളാഹുവിൻ്റെ തോന്നിവാസം അനുസരിച്ച് ചെയ്തു എന്നാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടത് അള്ളാഹു ചെയ്തു. ഇഷ്ടപ്പെട്ടത് ചെയ്താൽ പിന്നെ ആ അള്ളാഹു അതിന് നന്ദി ചോദിച്ച് നടക്കേണ്ട യാതൊരു ആവശ്യമില്ലല്ലോ. നന്ദി എന്നൊക്കെ പറയുന്നത് നമുക്ക് സ്വമേധയാ തോന്നേണ്ടതാണ്. നമ്മളെ ഒരാൾ സഹായിക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് തോന്നേണ്ടതാണ്. ഇനി നമുക്ക് അനുകൂലമായ കാര്യങ്ങൾ മാത്രമല്ലല്ലോ നമുക്ക് ചുറ്റും അള്ളാഹുവിൻ്റെ ഇച്ഛപ്രകാരം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. എന്തിനാണ് അള്ളാഹു നമ്മളെ കടിക്കാൻ കൊതുകിനെ സൃഷ്ടിച്ചത്? എന്തിനാണ് അള്ളാഹു നമുക്ക് രോഗങ്ങൾ ഉണ്ടാക്കാൻ രോഗാണുക്കളെ സൃഷ്ടിച്ചത്? നമുക്ക് പ്രതികൂലമായ എന്തെല്ലാം കാര്യങ്ങളാണ് ചുറ്റും സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്. അതൊക്കെ സൃഷ്ടിച്ച ആ അള്ളാഹുവിനെ നമ്മൾ ശപിക്കണമെന്നും പറയുന്നില്ലല്ലോ. പിന്നെ എന്തിനാണ് അള്ളാഹുവിനെ നമുക്ക് അനുകൂലമായ കാര്യങ്ങളുടെ പേരിൽ നന്ദി പറയണം എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അപ്പോൾ ഈ നന്ദി പറയേണ്ട ആവശ്യമില്ല, ചീത്തയും പറയേണ്ട ആവശ്യമില്ല. നമ്മളിത് യാദൃച്ഛികമായിട്ട് നമ്മളിവിടെ ജനിച്ചതാണ് എങ്കിൽ നമുക്ക് കിട്ടിയ ഈ അവസരം, ജീവിക്കാൻ കിട്ടിയ അവസരം, നമുക്ക് എന്തൊക്കെ സിദ്ധികളാണോ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ആ സിദ്ധികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മളിവിടെ മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചുകൊണ്ടും നമ്മൾ സ്വയം സന്തോഷിച്ചുകൊണ്ടും ആരെയും ഉപദ്രവിക്കാതെ ജീവിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അത് ചെയ്യുന്നതിനാണ് ഇവിടെ ഈ ചീത്തം വിളിച്ച് നടക്കുന്നത്. നമുക്ക് പാട്ട് പാടാനുള്ള സിദ്ധി കിട്ടിയാൽ നമ്മൾ പാട്ട് പാടിയിട്ടുണ്ടെങ്കിൽ ഈ പഠിച്ചവൻ നമ്മളെ വന്നിട്ട് ചീത്ത പറയുക, നമ്മളെ നരകത്തിലിടാൻ കാത്തിരിക്കുക. നമുക്ക് ചിത്രം വരയ്ക്കാനുള്ള കഴിവുണ്ട്, നമ്മൾ ചിത്രം വരച്ചാൽ മൂപ്പര് നമ്മളെ നരകത്തിലിടാൻ കാത്തിരിക്കുക. എന്നിട്ട് ഞാൻ മാന്യനാണ്, ദയാപരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളോട് നന്ദി നിസ്കാരം ചോദിക്കുക. രാത്രി ഉറക്കമൊഴിച്ചിട്ട് പോലും മൂപ്പരെ നിസ്കരിച്ചുകൊണ്ടിരിക്കണം എന്നല്ലാതെ പാട്ട് പാടാൻ കഴിയുന്നവരെ നിങ്ങൾ പാട്ട് പാടി മറ്റുള്ളവരെ സന്തോഷിപ്പിക്കൂ എന്നൊരു വാചകത്തിനകത്ത് കാണുന്നില്ല. പാട്ട് മാത്രമല്ല, മനുഷ്യന് നൈസർഗികമായി ഒരുപാട് സിദ്ധികൾ, വൈവിധ്യമാർന്ന സിദ്ധികളുണ്ട്. ആ സിദ്ധികളെല്ലാം പങ്കുവെച്ചുകൊണ്ടാണ് മനുഷ്യർ ലോകത്ത് വർണ്ണാഭമായ സന്തോഷകരമായ ഒരു ലോകം സൃഷ്ടിച്ച് ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാവരെയും സന്തോഷിപ്പിച്ച് എല്ലാവർക്കും സന്തോഷം പകർന്നുകൊണ്ട് ഇവിടെ ജീവിക്കുക എന്നുള്ളതാണ് മനുഷ്യർക്ക് കിട്ടിയ സിദ്ധികൾ പ്രയോജനപ്പെടുത്തുമ്പോൾ സംഭവിക്കുന്നത്. പക്ഷേ അള്ളാഹു എന്ന് പറയുന്ന പടച്ചവൻ പറയുന്നത് ആ സിദ്ധികളൊക്കെ നിങ്ങൾ പൂട്ടിക്കെട്ടി അട്ടത്ത് വെച്ചിട്ട് നിങ്ങൾ അള്ളാഹുവിനെ സ്തുതിച്ച് അള്ളാഹുവിൻ്റെ കാലിൽ പറഞ്ഞ് അള്ളാഹുവിന് നന്ദിയും പറഞ്ഞ് രാത്രി ഉറക്കം പോലും ഒഴിവാക്കിയിട്ട് അള്ളാഹുവിനെ നിസ്കരിച്ച് ജീവിതം പാഴാക്കണമെന്നാണ്. അങ്ങനെ പാഴാക്കിയാൽ നിങ്ങൾക്ക് അവിടെ കള്ളുടിക്കാനും പെണ്ണുപിടിക്കാനും സൗകര്യം ചെയ്തു തരാം എന്നാണ് ഈ അള്ളാഹു പറയുന്നത്. ഇതൊക്കെ ഒരു ദൈവം എന്നൊരു സങ്കല്പത്തെ തന്നെ മാനം കെടുത്തുന്ന, അവഹേളിക്കുന്ന കാര്യങ്ങളാണ് ഈ ഖുർആനിൽ എഴുതി വെച്ചിട്ടുള്ളത് മുഴുവനും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഈ ഖുർആൻ പോലുള്ള ഒരു പുസ്തകം എഴുതി ദൈവത്തെ അവഹേളിച്ച ആളുകളെയാണ് ദൈവം ശിക്ഷിക്കുക.
ഇന്ന് തന്നെ ശിക്ഷിക്കും. ആത്മാഭിമാനമുള്ള ഒരു ദൈവത്തിന് ഇത് സഹിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, ഇത്രയും വലിയ മാനക്കേട്. ഇന്ന് തന്നെ ദൈവം ശിക്ഷിച്ചിട്ടുണ്ടാവും ഒരു ദൈവം ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ. ഇനി അതല്ല, ദൈവം ക്ഷമിച്ചിരിക്കുകയാണെങ്കിൽ തന്നെ പരലോകവും സ്വർഗവും നരകമൊക്കെ ആയിട്ട് ദൈവം കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ വിശ്വസിക്കുകയും ഈ മാതിരി വിഡ്ഢിത്തങ്ങൾ ദൈവത്തിൻ്റെ പേരിൽ പ്രചരിപ്പിക്കുകയും ദൈവത്തെ നിരന്തരമായി ഇങ്ങനെ മാനം കെടുത്തുകയും ചെയ്തവരെ പിടിച്ചിട്ടായിരിക്കും ദൈവം നാളെ നരകത്തിലിട്ട് ശിക്ഷിക്കുക. എന്നെപ്പോലെയുള്ള ആളുകൾ ദൈവത്തിൻ്റെ മാനം കാക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. ഒരു ദൈവം ഇങ്ങനെയൊന്നും പറയില്ല എന്ന് നമ്മൾ മനുഷ്യരോട് പറയുമ്പോൾ ദൈവം സത്യത്തിൽ സന്തോഷിക്കുന്നുണ്ടാവും, ദൈവം ഉണ്ടെങ്കിൽ. കാരണം ദൈവത്തിൻ്റെ അന്തസ്സിന് ചേരാത്ത കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് എന്നതുകൊണ്ടാണ് നമ്മളിതിനെ വിമർശിച്ചു കൊണ്ടിരിക്കുന്നത്, ആളുകളോട് നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ഒരു ദൈവം പറയാൻ സാധ്യതയില്ല. ഒരു മാന്യതയുള്ള ദൈവം, ഒരു വിവരമുള്ള ദൈവം, ഒരു സംസ്കാരമുള്ള ദൈവം ഒരിക്കലും തൻ്റെ സൃഷ്ടികളോട് ഈ രീതിയിൽ പെരുമാറുകയില്ല എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം മാനസികമായ എന്തോ വൈകല്യം ബാധിച്ച ഒരു വികൃത മനസ്സിൻ്റെ ഭാവനയിൽ നിന്ന് രൂപപ്പെട്ടിട്ടുള്ള ആശയങ്ങളാണ്. തൻ്റെ ചുറ്റും കണ്ട മനുഷ്യരോട് മുഴുവൻ കലിപ്പും വിദ്വേഷവും വെച്ചുകൊണ്ട് ആ വിദ്വേഷം പുറത്തേക്ക് പ്രകടിപ്പിച്ച ഒരു മനോവൈകല്യം ബാധിച്ച ഒരു വിവരദോഷിയായ ഒരു മനുഷ്യപ്പറ്റില്ലാത്ത ഒരു ആർദ്രതയില്ലാത്ത ഒരു വരണ്ട മനസ്സിൻ്റെ ഉടമയിൽ നിന്ന് രൂപപ്പെട്ട ആശയങ്ങളാണിത് എന്നത് വളരെ ക്ലിയറാണ്. ഈ ഖുർആൻ മുഴുവനും നമ്മളോട് പച്ചയായി വിളിച്ചു പറയുന്നത് ഇതൊരു വരണ്ട മനസ്സിൻ്റെ ഉടമയുടെ ഭാവനയാണ് എന്ന് തന്നെയാണ്. 13-ാമത്തെ വാക്യം, നിശ്ചയമായും പുണ്യവാന്മാർ സുഖാനുഗ്രഹത്തിൽ തന്നെയായിരിക്കും, തോന്നിവാസികൾ ജ്വലിക്കുന്ന അഗ്നിയിലും തന്നെയായിരിക്കും. പ്രതിഫല നടപടിയുടെ ദിവസം അവർ അതിൽ കിടന്ന് കരിയുന്നതാണ്, അവർ അത് വിട്ട് മറഞ്ഞു പോകുന്നതുമല്ല. 17, പ്രതിഫല നടപടിയുടെ ദിവസമെന്നാൽ എന്താണെന്ന് നിനക്കെന്തറിയാം? പിന്നെയും പ്രതിഫല നടപടിയുടെ ദിവസമെന്താണെന്ന് നിനക്കെന്തറിയാം? അതേ, ഒരാളും ഒരാൾക്ക് യാതൊന്നും അധീനമാക്കാത്ത ദിവസം, അന്നത്തെ ദിവസം കാര്യം അള്ളാഹുവിന് മാത്രമായിരിക്കും. ഇത്രയേ ഉള്ളൂ ഈ അധ്യായത്തിൽ. നരകം പറഞ്ഞിട്ട് പേടിപ്പിക്കുകയാണ്. തോന്നിയ പോലെ ജീവിച്ചവർക്ക്, തോന്നിയ പോലെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ കഴിവുകളും സിദ്ധികളും ഉപയോഗപ്പെടുത്തി മനുഷ്യർ ഇവിടെ സന്തോഷമായി ജീവിക്കുക എന്നതാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത തോന്നിവാസം. എന്നാൽ അള്ളാഹു ഒരു തോന്നിവാസിയാണ് എന്ന് ഇതിൽ തന്നെ പറയുന്നുണ്ട്. അള്ളാഹു ഇതെല്ലാം തോന്നിയ മാതിരിയാണ് ചെയ്തിട്ടുള്ളത്. ആ തോന്നിയ മാതിരി ചെയ്ത കൂട്ടത്തിൽ കുറേ മനുഷ്യരെ ഒന്നിനും കൊള്ളാത്തവരാക്കി മാറ്റിയെന്നും ശാരീരികമായി പോലും ഒരു പെർഫെക്റ്റ് അല്ലാത്ത രീതിയിൽ വൈകല്യങ്ങളോടെ സൃഷ്ടിച്ചു, അതൊക്കെ അള്ളാഹുവിൻ്റെ തോന്നിവാസമാണ് എന്നും. ഇനി മാനസികമായിട്ട് നോക്കുകയാണെങ്കിൽ കുറേ മനുഷ്യർ ഈ അള്ളാഹുവിനെ തന്നെ നിഷേധിച്ചിട്ടും ഇവിടെ പാട്ടുപാടിയും ചിത്രം വരച്ചും സന്തോഷിച്ചിട്ടും ജീവിക്കുക വഴി അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്തു എന്നാരോപിച്ചുകൊണ്ട് അവരെ മുഴുവൻ നരകത്തിലിടുമെന്നും ഈ ദൈവം തന്നെയാണ് പറയുന്നത്. അതും ദൈവം മുൻകൂട്ടി ഓരോരുത്തരും ജനിക്കുന്നതിന് മുമ്പ് എന്നെ നിശ്ചയിച്ചു വെച്ചതാണെന്നും ഈ പ്രപഞ്ചം ഉണ്ടാക്കുന്നതിന് മുമ്പ് എന്നെ രേഖപ്പെടുത്തി വെച്ചതാണ് എന്നുമുള്ള വിഡ്ഢിത്വവും ഇതിനകത്ത് പറയുന്നു. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ആരെയാണ് നരകത്തിൽ പിടിച്ച് എറിയേണ്ടത്? മറ്റാരെയും പിടിച്ച് നരകത്തിലിടേണ്ട ആവശ്യമില്ല. കാരണം എല്ലാം അള്ളാഹുവിൻ്റെ തോന്നിയാസത്തിൻ്റെ ഫലമാണെങ്കിൽ ഒരാൾ ചെയ്ത തോന്നിവാസത്തിൻ്റെ റിസൾട്ടിന് അയാളെ അല്ലേ ശിക്ഷിക്കേണ്ടത്? മറ്റുള്ളവരെ എന്തിനാണ് ശിക്ഷിക്കുന്നത്? നിരപരാധികളായ ആളുകൾ, പരീക്ഷണ മൃഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് അയാൾ തന്നെ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള ഈ നിരപരാധികളായ മനുഷ്യരെ ആ പരീക്ഷണത്തിൽ അയാൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ച് പ്രവർത്തിച്ചു, അയാൾ എന്താണോ തീരുമാനിച്ചത് അതനുസരിച്ച് ഇവിടെ പ്രവർത്തിച്ചു എന്നതിൻ്റെ പേരിൽ അവരെ പിടിച്ചിട്ട് നിത്യനരകത്തിലിട്ട് പൊരിച്ച് അതും കണ്ട് ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് കാലാകാലം ഇയാൾ എന്നാണ് പറയുന്നത്. എന്നിട്ട് ഇയാൾ പറയുകയാണ് ഇയാൾ മാന്യനാണ്, ഇയാൾ കാരുണ്യവാനാണ്, ഇയാൾക്ക് കാരുണ്യം കൊണ്ട് ഇരിക്കപ്പുറത്തില്ലാഞ്ഞിട്ടാണ് ഇയാൾ ഇതൊക്കെ ചെയ്തത് എന്നൊക്കെ ഇതിനകത്ത് പറയുന്നു. ഇതെല്ലാം കൂടെ എങ്ങനെയാണ് ചങ്ക് തൊടാതെ ഒരു മനുഷ്യൻ വിഴുങ്ങുക? ഇതൊന്നും വിഴുങ്ങാൻ പറ്റുന്ന ഒരു മനസ്സ് എനിക്ക് ഈ ദൈവം തന്നിട്ടില്ല എന്നുള്ളത് എൻ്റെ കുറ്റമല്ല. ഇതൊന്നും വിഴുങ്ങാൻ എന്നെക്കൊണ്ട് കഴിയാതിരിക്കുന്നത് എൻ്റെ കുറ്റമേ അല്ല. കാരണം ഇത് എൻ്റെ മനസ്സിൻ്റെ പരിമിതി കൊണ്ടാണ് ഞാനിതൊന്നും വിശ്വസിക്കാത്തത് എങ്കിൽ അതൊരു എൻ്റെ കുറ്റമല്ല. അതിനെ എന്നെ ശിക്ഷിക്കാൻ യാതൊരു അർഹതയും ആർക്കില്ല, നീതിമാനാണെങ്കിൽ. കാരണം പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ വെട്ടി വിഴുങ്ങാനുള്ള ഒരു മനസ്സ് എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് കിട്ടിയ മനസ്സ് എന്ന് പറയുന്നത് എൻ്റെ യുക്തിചിന്തക്കനുസരിച്ച് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാനേ എൻ്റെ മനസ്സ് പാകപ്പെട്ടിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് എനിക്ക് കഴിയാത്തൊരു കാര്യം ഞാൻ ചെയ്തില്ല എന്നതിൻ്റെ പേരിൽ എന്നെ ശിക്ഷിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് ഈ ചങ്ക് കൊള്ളാത്ത സാധനം വിഴുങ്ങുക? അതൊരു ക്രൂര വിനോദമല്ല. അങ്ങനെ ഒരു ക്രൂര വിനോദം ചെയ്യുന്ന ഒരുത്തനെ എങ്ങനെയാണ് നമ്മൾ നീതിമാനും മാന്യനും കാരുണ്യവാനുമായ ദൈവം എന്നൊക്കെ വിളിക്കുക? അപ്പോൾ ഇതെല്ലാം മാനസികമായ എന്തോ കാര്യമായ തകരാറ് ബാധിച്ച ഒരു മനുഷ്യന് അയാളുടെ വരണ്ട മനസ്സിൽ നിന്ന് രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള വരണ്ട ആശയങ്ങളുടെ ആവർത്തനങ്ങൾ മാത്രമാണിത്.
വിഷയപ്പട്ടിണി കൊണ്ട് വരണ്ടു പോയ ഒരു മനസ്സിൻ്റെ സൃഷ്ടിയുടെ ആവർത്തനങ്ങളാണ്, ആവിഷ്കാരങ്ങളുടെ ആവർത്തനങ്ങൾ മാത്രമാണ് ഈ ഖുർആനിൽ നമ്മൾ കാണുന്നത്. ഇതൊക്കെ എത്രയോ തവണ ഇതിനകം ആവർത്തിച്ച് കഴിഞ്ഞതാണ്. പിന്നെയും പിന്നെയും ഈ വിഡ്ഢിത്തം തന്നെ എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു പഠിച്ചോൻ ഏതായാലും മെനക്കെട്ടൊരു ജിബ്രീലിനൊക്കെ അവൻ്റെ കയ്യിൽ കുറേ പുസ്തകമൊക്കെ കൊടുത്തയക്കുകയാണെങ്കിൽ ആ പുസ്തകത്തിൽ ഈ 13 കൊല്ലം ഓതാനുള്ള കാര്യങ്ങൾ മനുഷ്യർക്ക് പ്രയോജനമുള്ള എന്തെങ്കിലും കാര്യം പറഞ്ഞു കൊടുത്തൂടെ? മനുഷ്യർക്ക് പ്രയോജനമുള്ള ഒരു കാര്യവും പറഞ്ഞു കൊടുക്കാതെ ഈ വിഡ്ഢിത്തങ്ങളും വൈരുദ്ധ്യങ്ങളും ഇങ്ങനെ നിരന്തരമായിട്ട് ആവർത്തിച്ച് മനുഷ്യനെ ബോറടിപ്പിക്കുന്ന ഈ ഒരു പുസ്തകം പടച്ചോൻ കൊടുത്തയച്ചു എന്ന് പറഞ്ഞാൽ അതിൽ പരം പടച്ചോനെ അവഹേളിക്കാൻ വേറെ ഒന്നുമില്ല. അതുകൊണ്ടാണ് എനിക്കൊക്കെ ആത്മവിശ്വാസം, ദൈവം ഉണ്ടെങ്കിലും ഞാനൊക്കെ ഒരിക്കലും ശിക്ഷിക്കപ്പെടില്ല എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. എനിക്കൊക്കെ ആയിരിക്കും ദൈവം എന്തെങ്കിലും സമ്മാനം ഉണ്ടെങ്കിൽ തരിക. കാരണം ദൈവത്തിൻ്റെ മാനം കാക്കുക എന്നുള്ള ഏറ്റവും മഹത്തായ ഒരു കർമ്മമാണ് ഞാനൊക്കെ എൻ്റെ ജീവിതകാലം മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ദൈവത്തിൻ്റെ പേരിൽ വിവരം കെട്ട മനുഷ്യൻ എഴുതി വെച്ചിട്ടുള്ള മണ്ടത്തരങ്ങൾ ഈ മനുഷ്യരാശിയുടെ മുമ്പിൽ തുറന്നു കാണിക്കുക എന്ന ഏറ്റവും വലിയ ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ഞാനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ദൈവമുണ്ടെങ്കിൽ, അഥവാ ഒരു ദൈവമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് സ്വർഗം കിട്ടുമെന്നും ഈ വിഡ്ഢിത്തങ്ങൾ വിശ്വസിക്കുകയും ഇത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളെ ആയിരിക്കും ആ ദൈവം നാളെ തീയിലിട്ട് ശിക്ഷിക്കുക എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. ഇതാണ് ഈ ഒരു അധ്യായത്തെ ബേസ് ചെയ്തുകൊണ്ട് പറയാനുള്ളത്. ഈ മരണവും മരണാനന്തരവും പരലോകവും പിന്നെ ഈ വിചാരണയും ശിക്ഷയും ഒക്കെ പറഞ്ഞ് സ്വന്തം സൃഷ്ടികളെ ഇങ്ങനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ദൈവത്തിൻ്റെ അന്തസ്സിന് ചേർന്നതാണ്. ദൈവത്തിന് ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവത്തിന് നമ്മളുടെ എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ, ദൈവത്തിന് സഹായം ആവശ്യമുണ്ടെന്ന് പറയുന്നത് തന്നെ മണ്ടത്തരാണ്. ദൈവത്തിന് നമ്മളിൽ നിന്ന് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ അത് നമ്മളെ സുതാര്യമായ മാർഗത്തിലൂടെ ബോധ്യപ്പെടുത്തുകയല്ലേ വേണ്ടത്. അല്ലാതെ നമ്മളെങ്ങനെ പേടിപ്പിച്ചിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് നിങ്ങൾ വിശ്വസിക്കടോ നിങ്ങൾ നന്ദി കാണിക്കടോ, നിങ്ങൾ ധാരാധിക്കടോ, നിങ്ങൾ സ്തുതിക്കടോ എന്ന് പറഞ്ഞുകൊണ്ട് സൃഷ്ടികളുടെ പിന്നാലെ സ്തുതിയും ചോദിച്ച് പരക്കം പായേണ്ട ഒരു ഗതികേട് ഒരു സ്രഷ്ടാവിനുണ്ടാവും. സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യരോടാണ് നമ്മൾ ചോദിക്കുന്നത്. ഇതൊക്കെ മനുഷ്യൻ്റെ ഭാവനയാണ്. മനുഷ്യനെ പോലെ ഒരു വരണ്ട മനസ്സിൻ്റെ ഉടമയായിട്ട് ദൈവത്തെ സങ്കല്പിച്ചു. ഒരാർദ്രതയും ഇല്ലാത്ത, ഒരു മനുഷ്യപ്പറ്റും ഇല്ലാത്ത, ഒരു സർഗാത്മകതയും ഇല്ലാത്ത ഒരു വരണ്ട മനസ്സിൻ്റെ ഉടമയായിരുന്നു മുഹമ്മദ് എന്നതുകൊണ്ടാണ് മുഹമ്മദിൻ്റെ അള്ളാഹു ഇത്രയും വരണ്ട ഒരു ദൈവമായി മാറിയത്. ഇതാണ് നമ്മൾ ഈ ഖുർആൻ വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാനപരമായ കാര്യം. ഈ 19 വാക്യങ്ങൾ മാത്രമുള്ള ഈ അധ്യായം ഇതുപോലുള്ള അനേകം അധ്യായങ്ങളിൽ ആവർത്തിച്ച ആശയം തന്നെയാണ് ആവർത്തിച്ചിട്ടുള്ളത്. ഇനിയും ഇതുപോലെയുള്ള വിഡ്ഢിത്തങ്ങൾ തന്നെയാണ് ഇതിനകത്ത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. മറ്റൊരു അധ്യായവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.